ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്നുള്ള ചോദ്യം നോക്കാം. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ ഒരു വെബ് പേജ് നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. ഇതിനായി എക്സാം 10 ഡോക്യുമെൻസിലുള്ള ഹരിത വിദ്യാലയം .html എന്ന ഫയലിൽ ചുവടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നിർദ്ദേശങ്ങൾ: ഹരിത വിദ്യാലയം .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. തലക്കെട്ടിന് #008000 അതായത് ഗ്രീൻ കളറാണ് നൽകേണ്ടത്. പേജിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക. പാരഗ്രാഫുകൾക്ക് അക്ഷര വലുപ്പം 20 പിക്സൽ ആയിരിക്കണം. മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് എക്സാം 10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _HV2025.html എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഫയൽ വെബ് ബ്രൗസറിൽ പ്രദർശിപ്പിക്കുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹരിത വിദ്യാലയം .html ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ് HTMLൻ്റെ പൂർണ്ണരൂപം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ ഹരിത വിദ്യാലയം .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു. തലക്കെട്ടിന് ഈ ഒരു നിറമാണ് നൽകേണ്ടത്. ആ ഒരു ടെക്സ്റ്റിനെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കുകയും വേണം. അപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്നും നൽകണം. പാരഗ്രാഫുകൾക്ക് അക്ഷര വലുപ്പം 20 പിക്സലും നൽകണം. അതിനുവേണ്ടി ഇവിടെ പ്രധാന തലക്കെട്ട് എന്നത് ഹരിത വിദ്യാലയം എന്നതാണ്. ഹരിത വിദ്യാലയം എന്ന പ്രധാന തലക്കെട്ടിന് H1. ഇവിടെ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആണുള്ളത്. അതിനെന്ത് ചെയ്യണം? ഇവിടെ സെൻറ്ററിന് കൊടുക്കുക. ടെക്സ്റ്റ് അലൈൻ, ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ കോളൻ ചിഹ്നം സെൻറ്റർ സെമിക്കോളൻ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇതൊക്കെ. ഈ കളർ കോഡ് മാറ്റി, കറുപ്പ് കളർ മാറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പച്ച കളർ കൊടുക്കാനാണ്. അപ്പോൾ ആ കളർ കോഡ് ഹാഷ് മാറ്റേണ്ടതില്ല. അവിടെ 000800 നൽകുക. അപ്പോൾ ഹരിത വിദ്യാലയം എന്ന തലക്കെട്ടിന് നമ്മൾ പച്ച നിറം നൽകി, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ നൽകി. ഇനി പാരഗ്രാഫുകൾക്ക് അക്ഷര വലുപ്പം നമ്മൾ ഹരിത വിദ്യാലയം എന്ന തലക്കെട്ടിന് പച്ച നിറം നൽകി, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ നൽകി. ഇനി പാരഗ്രാഫുകൾക്ക് അക്ഷര വലുപ്പം 20 പിക്സൽ നൽകണം. ഇവിടെയാണ് പി എന്ന ടാഗ് അല്ല. ഈ പി എന്ന ടാഗിലാണ് പാരഗ്രാഫുകളുടെ സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടത്. ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ വേറെ ഒന്നും മാറ്റണ്ട. ഈ 10 എന്നത് മാറ്റിയിട്ട് 20 ആക്കി കൊടുത്താൽ മാത്രം മതി. 20. അവിടെ പിക്സൽ വേണം, സെമിക്കോളനും വേണം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ ഇത്രയാണുള്ളത്. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി എക്സാം ഡോക്യുമെൻറ്റ്സിൽ നിന്ന് നേരിട്ടെടുത്ത ഫയലായതുകൊണ്ട് ഇവിടെ സേവ് കൊടുക്കാൻ പാടില്ല. ഇവിടെ 4 ലൈൻസ് ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. സേവ് ആസിൽ ഇവിടെ സേവ് ചെയ്യേണ്ടത് എക്സാം 10 പ്രൊഡക്ട്സിൽ. അവിടെ രജിസ്റ്റർ നമ്പർ _
ഹരിത വിദ്യാലയം എന്നതിൻ്റെ HV എന്ന് കൊടുക്കാം. HV.html എന്നത് കളയേണ്ടതില്ല. രജിസ്റ്റർ നമ്പർ _HV.html എന്ന പേരിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. വെബ് ബ്രൗസറിൽ തുറന്ന് കാണാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോമിലെ exam10 പ്രൊഡക്റ്റിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ ഇതാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കാം. അപ്പോൾ അലൈൻമെൻറ്റ് എന്തായി? ടെക്സ്റ്റ് അലൈൻ സെൻറ്ററായി, അതിൻ്റെ കളറ് പച്ച കളറുമായി. ഇത്രയാണ് ഇതിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രവർത്തനം, സയൻസ് ക്ലബ്ബ് നിർമ്മിച്ച LED ബൾബുകളുടെ പ്രചരണത്തിനായി ഒരു വെബ് പേജ് നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. ഇതിനായി exam10 ഡോക്യുമെൻസിലുള്ള LED_bulbs.html എന്ന ഫയൽ ചുവടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുക. LED_bulbs എന്ന HTML ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. തലക്കെട്ടിന് വെള്ള നിറം, അതായത് വൈറ്റ് നൽകി പേജിൻ്റെ മധ്യഭാഗത്തായി സെൻട്രലായിട്ട് ക്രമീകരിക്കുക. പാരഗ്രാഫിലെ അക്ഷരങ്ങളുടെ വലുപ്പം 20 പിക്സൽ നൽകണം. മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് exam10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _light.html എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. തുടർന്ന് വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഹോമിലെ exam10 ഡോക്യുമെൻസിലെ LED ബൾബ്സ്, അതിൽ LED ബൾബ്സ് എന്ന് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത്, ഇത് വെബ് ബ്രൗസറിൽ തുറന്നു നോക്കുക. ഫസ്റ്റ് ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ തലക്കെട്ടിൻ്റെ നിറം യെല്ലോയാണ്. ഇത് ലെഫ്റ്റാണ്, അലൈൻ ലെഫ്റ്റാണ്. അതായത് ഇതിൻ്റെ ടെക്സ്റ്റ് അലൈൻ എന്നത് ലെഫ്റ്റാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് ആക്കണമെന്നും അതുപോലെ തന്നെ അലൈൻ സെൻറ്റർ ആക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാരഗ്രാഫിൻ്റെ അക്ഷര വലുപ്പം 20 ആക്കാനും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുക്കുക, ടെക്സ്റ്റ് എഡിറ്ററിൽ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ LED ബൾബ്സ് എന്ന തലക്കെട്ടിനാണ് കളറ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ H1ലാണ് മാറ്റം വരുത്തേണ്ടത്. ഹെഡിങ് 1ലെ സ്റ്റൈലാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് അലൈൻ ഇവിടെ ലെഫ്റ്റാണ്, നമ്മളത് കണ്ടതാണ്. ഇവിടെ സെൻറ്റർ എന്ന് എഴുതി കൊടുക്കുക. സെൻറ്റർ. അതിനുശേഷം ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. കളർ ഇവിടെ യെല്ലോയാണ്. ശ്രദ്ധിക്കുക, കളർ കഴിഞ്ഞതിന് ശേഷം ഈ കോളം ചിഹ്നം കളയരുത്. അവിടെ യെല്ലോ മാത്രം കളഞ്ഞ് അവിടെ വൈറ്റ് എഴുതി കൊടുത്താൽ മതി. സെമി കോളനും കളയാൻ പാടില്ല. വൈറ്റ്. ഇനി പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് 20 ആക്കാനാണ്. ഇവിടെ പി ടാഗ് പാരഗ്രാഫിൻ്റെ സ്റ്റൈലാണ് ഇവിടെ കാണുന്നത്. ടെക്സ്റ്റ് അലൈൻ ഉണ്ട്, സെൻറ്ററാണ്, ബാക്ക്ഗ്രൗണ്ട് കളറ്, അതുപോലെ തന്നെ കളറ്, ഫോണ്ട് സൈസ്. അപ്പോൾ നമുക്കിവിടെ മാറ്റം വരുത്തേണ്ടത് ഫോണ്ട് സൈസിലാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഇവിടെ 20 എന്ന് കൊടുക്കാം. 20. ഇത്രയും മാറ്റം വരുത്തിയതിന് ശേഷം ഇവിടെ ഈ 4 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹോമിൽ exam10 പ്രൊഡക്റ്റിൽ ഇവിടെ HTML എന്നത് കളയേണ്ടതില്ല, .html എന്നത് കളയേണ്ടതില്ല. രജിസ്റ്റർ നമ്പർ _light എന്ന പേര് കൊടുക്കുക.
രജിസ്റ്റർ നമ്പർ _ലൈറ്റ് എന്ന പേരിൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഹോമിൽ exam10 പ്രൊഡക്റ്റിൽ ലൈറ്റ് HTML എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അലൈൻമെൻറ്റ് നേരത്തെ ലെഫ്റ്റിലാണ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ സെൻറ്ററിലേക്ക് മാറി. ടെക്സ്റ്റ് അലൈൻ സെൻറ്ററായി. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റായി. പിന്നെ പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് 20 ആയി. അപ്പോൾ ഇത്രയാണ് ഈ പ്രവർത്തനത്തിലുള്ളത്. എല്ലാ മക്കളും വീഡിയോ നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.